ഞാൻ ഭർത്താവ് ചിന്തിക്കണം, ഞാൻ എന്റെ ഭാര്യക്ക് മനസ്സമാധാനവും സംതൃപ്തിയും സന്തോഷവും കൊടുക്കണ്ടോ? ഉണ്ടോ? ഭർത്താവ് ചിന്തിക്കണം, ഭാര്യ ചിന്തിക്കണം, ഞാൻ എന്റെ ഭർത്താവിന് കൊടുക്കണ്ടോ? ഇതേ ദുശാഠ്യവും ദുർവാശിയും അനുസരണക്കേടുമായി എത്ര പെണ്ണുങ്ങളുണ്ട്, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പൊ മക്കൾ നന്നാവും, എല്ലാ കാര്യങ്ങളും ഓക്കെയാകും, എല്ലാം ഉഷാറാവും. അല്ലെങ്കിലോ നമ്മളെ കാര്യം മഹാകഷ്ടം. അപ്പോ ഇവിടെ വെച്ചുകൊണ്ട് ഈ ചിന്തക്ക് തിരികൊളുത്താൻ നമുക്ക് കഴിയണം. ഞാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാണ്. ഇനി എന്തിനാ കുടുംബം? ഞാൻ ഇപ്പൊ എന്താ കുടുംബം എന്നാ പറഞ്ഞ്, ഞാൻ ചുരുക്കിയേ പറയണുള്ളൂ സമയമില്ലാത്തതുകൊണ്ട്. ഇനി എന്തിനാ കുടുംബം? അല്ലേ? പെൺകുട്ടികളൊക്കെ ചോദിക്കും, ആൺകുട്ടികളൊക്കെ ചോദിക്കും, എന്തിനാ അത്? ഈ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം, എന്തിനാ കല്യാണം കഴിക്കുന്നത്? അല്ലേ? എന്തിനാ കുടുംബം? അവിടെയും നമുക്ക് ചില ഉത്തരങ്ങളുണ്ട്. ഒന്നാമത്തെ ഉത്തരം സ്നേഹം. സ്നേഹിക്കാനാ കുടുംബം. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഈ കുടുംബത്തിലുള്ളവർ, നമ്മളൊക്കെ കുടുംബത്തിനകത്ത് സ്നേഹമുള്ളവരാവണം. ബാപ്പയും ഉമ്മയും സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവും ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ ഉണ്ടാവണം. മക്കളെ സ്നേഹിക്കുന്ന വാപ്പയും ഉമ്മയും ഉണ്ടാവണം. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ മക്കളൊക്കെ സ്നേഹിക്കാത്ത വാപ്പ ഉണ്ടാവുമോ? അല്ലേ? ഉണ്ടാവില്ല. ഏത് വാപ്പാക്കും മക്കളെ ഇഷ്ടം ഉണ്ടാവും. പക്ഷേ ഞാൻ ഇനി പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർത്തു വെക്കണം, സ്നേഹിച്ചിട്ട് കാര്യമില്ല. സ്നേഹം പ്രകടിപ്പിക്കണം. സ്നേഹിക്കുന്നു എന്ന് സ്നേഹിക്കുന്നവരറിയണം. കുട്ടികളെ കാണുമ്പോഴേക്കും ഒച്ചമ്പുളി, കുട്ടികളെ കാണുമ്പോഴേക്കും ഒച്ചമ്പുളി, അല്ലേ? അങ്ങനെ ഒച്ചമ്പുളി ഉണ്ടാക്കുന്ന ബാപ്പ കുട്ടികളെ സ്നേഹിക്കേണ്ടത് കുട്ടികൾക്ക് മനസ്സിലാവോ? ആവോ? ഇല്ലല്ലോ. ബാപ്പ സ്നേഹിക്കുന്നു എന്ന് മക്കളറിയണം, ഭാര്യ സ്നേഹിക്കുന്നു എന്ന് ഭർത്താവ് അറിയണം, ഭർത്താവ് സ്നേഹിക്കുന്നു എന്ന് ഭാര്യ അറിയണം. ആരെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത് അയാൾ സ്നേഹിക്കുന്നു എന്ന് അറിയണം. അയാൾ അറിയുന്ന രൂപത്തിൽ അതിനെ പ്രകടിപ്പിക്കണം. ചിരിച്ചാൽ എന്തോ കൊഴിഞ്ഞു എന്ന് വിചാരിച്ച് നടക്കുന്ന കുറെ ആളുകളുണ്ട്. ചിരിച്ചാലേ, മക്കളിലൊക്കെ ചിരിച്ചാൽ എന്തോ ഒന്ന് കൊഴിഞ്ഞു എന്നിട്ട് ഇങ്ങനെ നടക്കുക. ഒരു വാപ്പന്റെ അടുത്ത് വന്ന് മക്കളോട് ചിരിക്കൂല. അപ്പൊ ഉമ്മ പറഞ്ഞു, നിങ്ങളൊന്ന് പറയും, കുട്ടികളൊക്കെ നാശമാണ്, മൂപ്പരൊന്ന് ചിരിക്കാൻ പറയും. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ മക്കളോടൊന്ന് ചിരിച്ചാ? അയാൾ എന്നോട് ചോദിക്കും, എപ്പോഴും ഇങ്ങനെ ചിരിച്ചാ എനിക്ക് ഭ്രാന്താന്ന് അറിയില്ല ആൾക്കാര്. ഞാൻ ചോദിച്ചു, എപ്പോഴും ഇങ്ങനെ കൺപിച്ചാ നിങ്ങൾക്ക് ഭ്രാന്താ അറിയില്ല ആൾക്കാര്? അയാൾ ചിരിക്കൂല. മക്കളെ കാണണ്ട, സ്ട്രിക്റ്റാ, പാട്ടാളച്ചിട്ട. എങ്ങനെ മക്കള് നന്നാവുക? മക്കളോട് ചിരിച്ചാലല്ലേ മക്കളെ ഇഷ്ടമാണെന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ. അവരെ തൊടണ്ടേ, അവരെ താലോലിക്കണ്ടേ, അവരോട് നന്നായിട്ട് സംസാരിക്കണ്ടേ. ഉമ്മയോ? അപ്പൊ നമ്മുടെ കുടുംബത്തിനകത്തുള്ള എല്ലാ കാര്യങ്ങളൊന്നും മാറ്റിയാൽ മതി. ഞാൻ ഈ പെണ്ണുങ്ങളോടൊക്കെ പറഞ്ഞ എന്താ അറിയോ, കണ്ണാടി വെച്ചാൽ മതി എല്ലായിടത്തും. അടുക്കളയിൽ 2 കണ്ണാടി, വലിയ കണ്ണാടി, ഡൈനിങ് ഹാളിൽ 2-3 കണ്ണാടി, എല്ലായിടത്തും കണ്ണാടി വെച്ചാൽ മതി. എന്നിട്ട് കുട്ടികളോട് നിങ്ങൾ വർത്താനം പറയുമ്പോൾ നിങ്ങളെ മുഖം ഒന്ന് നോക്കണ്ടി, സ്നേഹമാണോ ദേഷ്യമാണോ അപ്പൊ മനസ്സിലാവും. എപ്പോഴും ഒരു ദേഷ്യം എൻ്റെ അമ്മക്ക് എന്നാ കുട്ടി പറയാ. അവിടെയാണ് ഈ കുട്ടി പ്രേമം തേടി പോവുക, അവിടെയാണ് ആൺകുട്ടി സ്വൈര്യം തേടി പോവുക. അറിയോ നിങ്ങൾക്ക്? ഒരു ചെക്കൻ എൻ്റെ അടുത്ത് കൊണ്ടുവരിക, ഒരു ചെക്കനെ, അവന് +1 പഠിക്കുക. +1 പഠിക്കുന്ന ചെക്കൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഉമ്മയും ബാപ്പയും പറയാണ്, സാർ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം അവൻ്റെ? പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷെ നേരം വൈകിയാണ് വീട്ടിലേക്ക് വരിക. സ്കൂൾ വിട്ട് വന്ന് കളിക്കാൻ പോയിട്ട് മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി പുരയിൽ വന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നൊരു പോക്ക, പിന്നെ വരിക 10 മണി 10:30. സാർ ഒന്ന് മനസ്സിലാക്കി, രാത്രി ഇങ്ങനെ നടന്നാൽ എന്തെങ്കിലുമൊക്കെ പെട്ടുപോകും, അവിടെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഞാൻ അവനെ വിളിച്ചു, മുമ്പിലിരുത്തി, നല്ലൊരു മോനെ, കാര്യങ്ങൾ പറഞ്ഞതൊക്കെ മനസ്സിലായി. ഞാൻ പറഞ്ഞു, മോനെ ടൈം ടേബിൾ ഇട്ട് പഠിക്കണം. ശരി സാർ, അത് വൈകുന്നേരം ഇത്ര സമയം, ഓക്കെ. ചെക്കൻ സമ്മതിച്ചു. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, പുറത്തൊക്കെ പോയാല് 7 മണിയാകുമ്പോഴേക്കും പുരയിലെത്തണം. അപ്പൊ ആ ചെക്കൻ തല ഇങ്ങനെ ചൊറിഞ്ഞു, 7 മണിക്ക് എത്തണം. ഞാൻ പറഞ്ഞു, 7 മണിക്ക് എത്തണം. മഗ്‌രിബ് കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങരുത്, എല്ലാ തിന്മകളും അപ്പോഴാണ് ഉണ്ടാവുക, കള്ളുകുടിയും കഞ്ചാവും വേണ്ടാത്തരും ഒക്കെ. അവിടെ മോൻ പുറത്തിറങ്ങരുത്. അപ്പൊ ആ ചെക്കന് തല ഇങ്ങനെ ചൊറിഞ്ഞു, 7 മണിക്ക് തന്നെ വരണല്ലേ? ഞാൻ പറഞ്ഞു, 7 മണിക്ക് തന്നെ വരണം. ശരി. ഞാനും വിചാരിച്ചു, നല്ലൊരു മോൻ അല്ലേ, ഞാൻ റെഡി, ശരി. നിങ്ങൾ എന്നോട് ആ ചെക്കൻ ചോദിച്ചു, അല്ല സാറേ ഞാൻ 7 മണിക്ക് പുരയിൽ വന്നോളാം. ഞാൻ പറഞ്ഞു, ഞാൻ ചിന്തിട്ട് എന്താ പ്രശ്നം? ഞാൻ വന്നോളാം, എന്നിട്ട് എന്തിനാ?
ഓന്റെ ചോദ്യ 7 മണിക്ക് ഞാൻ വീട്ടിലെത്തിയിട്ടെന്തിനാ? അപ്പൊ ഞാനും വിചാരിച്ചു പറയുമ്പോൾ തന്നെ എന്തിനാ, എനിക്കറിയില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു മോൻ പോയിട്ട് ഉപ്പനും ഇമ്മനും ഇങ്ങോട്ട് വിട്ട്. അപ്പൊ ഉപ്പിമ്മയും വന്ന് ചോദിച്ചു എന്തായി? ഞാൻ പറഞ്ഞു നല്ല ചെക്കനാ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഓൻ 7 മണിക്ക് വീട്ടിലേക്ക് എത്തിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്നിട്ട് എന്തിനാ? അപ്പൊ ഉമ്മ ചോദിച്ചു എന്നിട്ട് എന്തിനാ? ബാപ്പ ചോദിച്ചു പറയുമ്പോൾ തന്നെ എന്തിനാ? അപ്പൊ ഞാൻ ചോദിച്ചു ഒന്നിനും ഇല്ലെങ്കിൽ പിന്നെ 10 വന്നാ പോരെ, നിങ്ങൾ എന്തിനാ അവൻ 7 വരുത്തല്? 7 മണിക്ക് വീട്ടിൽ വന്നിട്ട് എന്തിനാ? അപ്പോ ഉമ്മ പറഞ്ഞു അല്ല സാറേ വരണ്ടേ? ഞാൻ പറഞ്ഞു വരണം. ഞാൻ വീണ്ടും ആ ചെക്കനെ വിളിച്ചു. ചെക്കനെ വിളിച്ചിട്ട് ചെക്കനോട് പറഞ്ഞു മോനെ നീ 7 വരൂലേ? വരും സാറ് പറയും. എന്നിട്ട് ഞാൻ വന്നിട്ട് എന്തിനാ? ഒരു ഭാഗത്തുനിന്ന് ഉമ്മ ഇങ്ങനെ പറയുണ്ടാവും, ഒരു കോലം കണ്ടില്ലേ, ചെത് കണ്ടില്ലേ, മറ്റേ ഭാഗത്തുനിന്ന് വാപ്പ. ഇത് കേൾക്കാൻ ഞാൻ എന്തിനാ സാറേ പുരയ്ക്ക് വരുന്നത്? അപ്പൊ ഞാന് ബാപ്പനെ മാത്രം വിളിച്ച്, ബാപ്പയുള്ളതിന്റെ അധികാരി, അയാളെ മാത്രം വിളിച്ച് ഇരുത്തിട്ട് പറഞ്ഞു എന്താ ചെയ്യാ, ഇവന് വീട്ടിനകത്ത് ഉമ്മ ഒരു സ്വൈര്യം കൊടുക്കുന്നില്ല എന്നാണ് പറയണത്. അപ്പൊ ബാപ്പ എന്നോട് പറയാണ് അതൊരു പ്രശ്നം തന്നെയാണ്, ഞാനും ഒരു 10-10 വരലുള്ളൂ, ഓൾ എനിക്കും തരൂല സ്വൈര്യം. അപ്പൊ എവിടെയാ നമ്മളെ കുടുംബത്തിന്റെ അവസ്ഥ ഉള്ളത് നോക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹമുള്ള, ചിരിയുള്ള, നല്ല രസകരമായ ഒരു കുടുംബമാക്കി നമ്മുടെ കുടുംബത്തെ മാറ്റണം. മക്കളോട് പ്രത്യേകിച്ച് ഒരു നല്ല മുഖം കാണിക്കണം. അതിന്റെ പേരെങ്ങനെയാ? നല്ല മുഖം. നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ട്, നിങ്ങൾ കണ്ണടിയിൽ നോക്കിയാണ്, ഇപ്പൊ നിങ്ങൾ ഒരുങ്ങി മാറ്റിയല്ലേ വന്നത്. വീട്ടിൽ നിന്ന് ഇതാണോ നിങ്ങളെ മുഖം? ആണോ? ഒരു മാക്സ് ഉണ്ട്, അതാണ്ട് വലിച്ചു വാരിടും, അതാണ്ട് കേറ്റിക്കുത്തും, എന്നിട്ട് ആ മുടി കണ്ട് കെട്ടിയിട്ട് ഒരു നിർത്തുണ്ട്, തോം തോം തോം. എന്നിട്ട് കംപ്ലൈന്റാ, കെട്ടിയോ വേറുള്ളവരെ നോക്കൂലേ? കല്യാണത്തിന് പോകുമ്പോൾ, കുടുംബസംഗമത്തിന് പോകുമ്പോൾ എന്താ ഈ ഡ്രസ്സാണോ നിങ്ങൾ പറയുന്നുണ്ടല്ലേ? ഒരു പെണ്ണിനെ കുറിച്ച് അവൾ നോക്കിയാൽ തന്നെ സന്തോഷം നൽകുന്ന, നമ്മളെ അടുക്കളയിൽ പോയി കണ്ട് പെണ്ണിനെ നോക്കിയാലോ, ഖദീജ ഒറ്റ വരവാ, ഒന്നിനെ നിൽക്കുമ്പോൾ മുമ്പ് പറയും പോടുത്ത് മത്തിന്റെ കുടലുണ്ടാവും മാക്സിമല്, അതങ്ങോട്ട് കയറ്റി കുത്തിണ്ടാവും. എപ്പോഴെങ്കിലും ഒന്ന് ഒരുങ്ങി നിൽക്കാറുണ്ടോ? നല്ല മുഖം മക്കൾക്ക് കാണിക്കുന്ന ഉമ്മമാരാവണം ഈ കുടുംബ സംഗമത്തിന് ശേഷം. നല്ല മുഖം. നിങ്ങൾ ആലോചിക്കുക, സ്കൂളിൽ ഇപ്പൊ കുറെ കാലമായിട്ട് സ്കൂളില്ല, തുറക്കാൻ കാത്തിക്കുക നിങ്ങള് അല്ലേ? തുറന്നോളും ഇൻഷാ അല്ലാഹ്. സ്കൂളില്ല, സ്കൂളുള്ളപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ രാവിലത്തെ അവസ്ഥ പോരയില്ലേ? ഒന്നാലോക മഹായുധ പോരയില്ലേ കുട്ടികളെ പറഞ്ഞേക്കാൻ? ആ സമയത്ത് നിങ്ങൾ കുട്ടീനോടുള്ള പെരുമാറ്റം ആലോചിച്ച് നോക്കിയാ, ഓ വന്നാണ് എന്തെങ്കിലും ചോദിച്ചാ ഉമ്മ പറയാണ് എനിക്ക് എന്തൊരു ഇഷ്ടാന്നറിയോ, പ്രേമിച്ച് പ്രശ്നമായിട്ട് കൗൺസിലിങ്ങിന് വന്നിട്ട് ആ പെൺകുട്ടി ഞാൻ പിന്മാറൂല എന്ന് പറഞ്ഞപ്പോ ഉമ്മയും ബാപ്പയും കൂടി ഇന്റെ അടുത്ത് വന്നിട്ട് ഉമ്മ ഇങ്ങനെ കരയാ. ഉമ്മ ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ ഇങ്ങനെ കരയണത്? ധൈര്യത്തിൽ നിൽക്കുക. ആ പെണ്ണ് പറയാണ് എനിക്ക് എത്ര ഇഷ്ടം എന്റെ മോളെ നിങ്ങൾക്ക് അറിയോ എന്നോട്. ഞാൻ ചോദിച്ചു ഞാൻ അറിഞ്ഞിട്ട് എന്താ കാര്യം, ഓക്കറിയോ? നിങ്ങൾക്ക് ഇഷ്ടമെന്നുള്ള ഓക്കറിയോ? അപ്പൊ ഉമ്മ പറഞ്ഞു ഓക്കറിയാൻ വഴിയില്ല. എന്താ? കാണുമ്പോ ഭാവു പിന്നെ എങ്ങനെ ഓക്കറിയാ? ഇന്നോടൊരു കാര്യമുണ്ടോ? ഞാനിപ്പോ ഈ കോട്ടക്കര മൈക്കിൽ വന്നിട്ട് എന്റെ ഭാര്യയെ എനിക്ക് ഭയങ്കര ഇഷ്ടം അറിഞ്ഞിട്ട് ഓള് കേൾക്കും, അത് നിങ്ങൾ കേട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഈ ഉമ്മമാര് ചിന്തിക്കുക നല്ല മുഖത്തോടെ. ഞാൻ പറഞ്ഞല്ലോ പരത്തി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കാണ്. നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ നിങ്ങൾ നല്ല മുഖം കാണിക്കണം. മക്കളെ മുമ്പിൽ 4 നേരം, ഭർത്താവിന്റെ മുന്നിൽ നല്ല മുഖം കാണിക്കണം 2 നേരം. പെണ്ണുങ്ങളോടാ ഞാൻ കുറെ ആണുങ്ങളെ പറഞ്ഞു, ഞാൻ ഇറങ്ങി പോകുമ്പോൾ നമുക്ക് തല്ലിട്ടു നിങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിൽ. കണ്ടോ എന്താ ഞാൻ പറഞ്ഞ്? പെണ്ണുങ്ങൾ മക്കളെ വളർത്തുമ്പോ കുട്ടികൾക്ക് മുന്നിൽ 4 നേരം നല്ല മുഖം കാണിക്കണം. ഭർത്താവിന്റെ മുന്നിൽ 2 നേരം. മറക്കൂലല്ലോ?